യൂണി SoC എന്ന ബ്രാൻഡിന്റെ യൂണി SoC T8300 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5G പ്രോസസ്സറൊക്കെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണി SoC T8300 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 6nm പ്രോസസ്സറാണ്, ഒക്ടാ കോർ പ്രോസസ്സറാണ്. അതായത് 8 കോറുകൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A78ന്റെ 2 കോറുകളും 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55ന്റെ 6 കോറുകളും വരുന്നുണ്ട്. ഇപ്പം അവരുടെ തന്നെ പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് 51% കൂടി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവരുടെ പഴയ പ്രോസസ്സർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറുകളാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു 55% ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ മാലി G57 എന്നുള്ള GPU ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ മിറാക്കിൾ ഗെയിമിംഗ് എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് എഫിഷ്യൻസി 80% കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ എഫിഷ്യൻസി 70% കൂടുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻസ് വേണ്ട. അപ്പം ഇത് വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ലഭിക്കുക. പിന്നെ ആൻതുതു സ്കോർ ഏകദേശം ഒരു 5,10,000 ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് MediaTekന്റെ സ്നാപ്ഡ്രാഗണിൻ്റെ ഒക്കെ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറിൻ്റെ ഒക്കെ താഴെ വരുന്ന ഒരു ആൻതുതു സ്കോറാണ് ഇതിൽ വരുന്നത്. ആ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രോസസ്സറാണെന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ MediaTekന്റെ കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം MediaTek Dimensity 6300, 6400, അതുപോലെ തന്നെ MediaTek Dimensity 7300 എന്നീ പ്രോസസ്സറുകളുടെ ഇടയിൽ വരുന്ന ഒരു ആൻതുതു സ്കോറാണ് ഇത്. അതായത് ഇപ്പം ഈ ഒരു MediaTek Dimensity 6300 എന്ന പ്രോസസ്സറൊക്കെ 9,000 ടു ഒരു 13,000-14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രോസസ്സറാണ്. അപ്പം 7300 എന്ന പ്രോസസ്സർ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് ഒരു 15,000 രൂപയ്ക്ക് താഴെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ യൂണി SoCയുടെ പ്രോസസ്സറാണ്. അപ്പം അവർ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ബ്രാൻഡുകൾക്ക് ഈ ഒരു പ്രോസസ്സർ കൊടുത്തേക്കാം. അപ്പം ഇവൺ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും ഈ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വന്നേക്കാം. പിന്നെ എയുടെ കാര്യത്തിൽ പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 28% ബെറ്റർ ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 7th ജനറേഷൻ വിവി മാജിക് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 108 MP ക്യാമറ സെൻസർ വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി എഫിഷ്യൻസി 20% ബെറ്റർ ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും പുതിയൊരു 5G പ്രോസസ്സറും കൂടി മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. പല ബ്രാൻഡുകളും ചിലപ്പം ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഉറപ്പിക്കാനും പറ്റില്ല. കാരണം യൂണി SoCയുടെ പ്രോസസ്സർ എത്ര പേര് സെലക്ട് ചെയ്യും എന്നും പറയാൻ പറ്റില്ല. ഇപ്പം അടുത്ത് മോട്ടറോളൊക്കെ അവരുടെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ട് 5G ഫോണുകളിൽ. അതുപോലെ വേറെയും ബ്രാൻഡുകൾ ചിലപ്പം ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇപ്പം ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന, അതുപോലെ തന്നെ ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. 15,000 രൂപയ്ക്ക് താഴെ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ആയിരിക്കും ഇത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.